കണ്ണൂരിൽ തെരുവുനായയുടെ കടിയേറ്റ 5 വയസ്സുകാരന് പേവിഷബാധ സ്ഥിരീകരിച്ചു. അതീവ ഗുരുതരാവസ്ഥയിലുള്ള കുട്ടി പരിയാരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ്. 2 ആഴ്ച മുൻപാണ് പയ്യാമ്പലത്ത് വെച്ച് കുട്ടിയെ തെരുവുനായ കടിച്ചത്. വിവരങ്ങളുമായി സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, ഇതൊരു സ്ഥിരം സംഭവമാണെന്നു. കഴിഞ്ഞ 2 ദിവസത്തെ കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതിപ്പോൾ 2 ആഴ്ച മുന്നത്തെ സംഭവമാണ്. കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി എന്താണ്? വിവരങ്ങൾ. ധന്യ, ഇക്കഴിഞ്ഞ 30-ാം തീയതിയാണ് കണ്ണൂർ പയ്യാമ്പലം ബീച്ച് പരിസരത്ത് വെച്ച് 5 വയസ്സുകാരന് തെരുവുനായയുടെ കടിയേൽക്കുന്നത്. തമിഴ്നാട് സ്വദേശികളാണ്. ഇവരുടെ മകനാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഈ കുഞ്ഞടക്കമുള്ള ഇവരുടെ കുടുംബം കഴിഞ്ഞ 3 വർഷത്തിലധികമായി കണ്ണൂരിൽ തന്നെയാണ് താമസം. ബന്ധുക്കൾക്കൊപ്പം പയ്യാമ്പലം ബീച്ച് സന്ദർശിക്കാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. അവിടെ വെച്ചാണ് തെരുവുനായ ഈ കുഞ്ഞിനെ കടിക്കുന്നത്. കുട്ടിയുടെ മുഖത്താണ് തെരുവുനായയുടെ കടിയേക്കുന്നത്. ഉടൻ തന്നെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്ന് ഘട്ടം ഘട്ടമായി കുട്ടിക്ക് വാക്സിൻ നൽകി വരികയായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ അതിനിടയിൽ കുട്ടിയുടെ നില വഷളാവുകയായിരുന്നു. പിന്നീട് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റി. ഇവിടെ വെച്ച് നടത്തിയ പരിശോധനയിലാണ് കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുട്ടിയുടെ മുഖത്താണ് നായ കടിച്ചത്. അതുകൊണ്ട് തന്നെ അതാവാം ഈ വാക്സിൻ കൊടുത്തിട്ടും കുട്ടിക്ക് പേവിഷബാധ ഉണ്ടാവാനുള്ള കാരണമെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. എന്തായാലും കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. കുട്ടി ഇപ്പോൾ വെന്റിലേറ്ററിലാണ് തുടരുന്നത്. എന്തായാലും പേവിഷബാധ പൂർണ്ണമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ കുട്ടിക്ക് ഒരുപക്ഷെ മുഖത്ത് കടിയേറ്റത് കൊണ്ടാവാം പല ഘട്ടങ്ങളിലായി വാക്സിൻ നൽകിയിട്ടും പേവിഷബാധ ഉണ്ടായതെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. കണ്ണൂരിൽ തന്നെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ തെരുവുനായയുടെ കടിയേറ്റ് വരികയാണ്. ഏതാണ്ട് 75-ലധികം ആളുകൾക്ക് ഇന്നും ഇന്നലെയുമായി ആ ജില്ലയിൽ കണ്ണൂർ നഗരത്തിൽ മാത്രം തെരുവുനായയുടെ കടിയേറ്റിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന് പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്.